ഭാര്യയും ബന്ധുക്കളെയും ഒരു നോക്ക് കാണാനാകാതെ മലയാളി യുവാവ് മസ്കറ്റിൽ മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കരമന സ്വദേശി നമ്പി രാജേഷ് ആണ് മരിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് ബന്ധുക്കളുടെ യാത്ര മുടങ്ങിയത്. യാത്ര മുടങ്ങിയ ഭാര്യ അമൃത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഒരു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴേ പറയുന്നത് ഇതുപോലെ ക്യാൻസലായി, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് 2 വീക്സ് ആവും എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞാൽ അതുമില്ല. മാനേജർ ആണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അതൊരു കാരണം പറയുന്നില്ല. അവർ പറയുന്ന ക്യാബിൻ ക്രൂഡ് എന്തോ ഒരു സമരം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവർക്ക് വേണമെങ്കിൽ അവരൊരു കോംപ്രമൈസ് എത്തി ഞങ്ങൾ ചെയ്യായിരുന്നു. അവരൊന്നിനും റെഡി ആവുന്നില്ല. കാലുപിടിച്ച് കരഞ്ഞിട്ടും ജീവനക്കാർ കരുണ കാണിച്ചില്ല എന്ന് മരിച്ച രാജേഷിന്റെ അമ്മ പറഞ്ഞു. എയർ ഇന്ത്യയിലെ മാനേജർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ക്യാൻസലായിപ്പോയി. അപ്പം അവസ്ഥ ഞങ്ങൾ പറയാണ്. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഈ 2 കുഞ്ഞുങ്ങൾ, അവൻ്റെ ഒരു മരം കൊണ്ട് ഇവള് പഠിക്കുന്നതും വാടക വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ ഇനി അവളെ എങ്ങനെ വളർത്തും? അവരൊരു കാരണം കാണിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ചെന്ന് കണ്ടിരുന്നെങ്കിൽ, ആൾ ജീവനെങ്കിലും കൂടെ ഒറ്റപ്പെട്ടു പോയില്ല, കൂടെ ആളുണ്ടെന്നുള്ള തോന്നലെങ്കിൽ അവരുണ്ടായിപ്പോയത്. നമ്മുടെ അടുത്ത് കാണിച്ച ക്രൂരതയല്ലേ. നമ്മൾ 100 പ്രാവശ്യം തൊട്ട് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ കയറ്റി വന്ന് കാലി വീഴുന്ന പോലെ നമ്മൾ സംസാരിച്ചത്. ആരും മൈൻഡ് ചെയ്തില്ല. ഇത്രയും സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ചെന്ന് നോക്കിയാൽ ഒരു പക്ഷേ മോളെ കണ്ടിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ദുരന്തം വരത്തില്ല എന്ന്. ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ നീ വളർത്തിയെടുക്കണ്ട. അവൻ്റെ ഒരു വരുമാനം കൊണ്ട് അവൾ പഠിക്കുന്നത്, ഇത് വാടക വിട്ട് ഞങ്ങളും കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ എങ്ങനെ വളർത്താം? രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി. അടിച്ച് റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പച്ചക്ക വന്നെന്ന് പറയുന്നു ഉറക്കത്തിൽ. 8-ാം തീയതി 9-ാം തീയതി 2 ദിവസം ക്യാൻസൽ. പിന്നീട് പോകാനുള്ള ഫ്ലൈറ്റ് അവർ അറിയിച്ചില്ല. ഒരു ഫ്ലൈറ്റും ഇല്ലായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എന്താണ് വീട്ടുകാർ പറയുന്നത്? വേണു, അതായത് ഈ വിമാന കമ്പനി സമരം അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയെ അല്ലെങ്കിൽ നമ്പി രാജേഷിനെ അത്തരത്തിൽ മാറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിൽ പ്രധാനമായും പറയുന്നത് ഈ കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ഈ നമ്പി രാജേഷ്. ഇത്തരത്തിൽ മസ്കറ്റിൽ IT ജീവനക്കാരനായിരുന്നു, ഈ സ്കൂളിൽ ഒരു IT ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഈ കുടുംബത്തിൽ ഈ വാടക വീട്ടിലാണ് അവർ കഴിയുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഹൃദയാഘാതം സംഭവിച്ച ആശുപത്രിയിലായിരുന്നു. ഈ ആശുപത്രിയിൽ ഈ ഉറ്റവരാരും ഉണ്ടായിരുന്നില്ല. അവിടെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ബന്ധുക്കൾ അങ്ങോട്ട് പോകാനായി ഈ 8-ാം തീയതി എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കുന്നത്. അന്നാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ ഒരു മിന്നൽ പണിമുടക്ക് വരുന്നത്. അങ്ങനെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് അവിടെ ഈ പ്രതിഷേധത്തിൽ നമ്മൾ അടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ പ്രതിഷേധത്തിൽ ഇവരും പങ്കെടുത്തിരുന്നു. ആ പ്രതിഷേധത്തിൽ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എയർ ഇന്ത്യയോട് ഇവരുടെ ഈ ആവശ്യം പറഞ്ഞിരുന്നു. ഈ ഭർത്താവിന് ഇത്തരത്തിൽ രോഗാവസ്ഥയിലാണ്, ഈ ആശുപത്രിയിലാണ്, അതുകൊണ്ട് അടിയന്തരമായി അങ്ങോട്ടേക്ക് എത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ഈ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തി പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് നൽകിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഇവർ അവിടെ എത്തുന്നു. പക്ഷെ അന്നും ഈ തരത്തിൽ ജീവനക്കാരുടെ പണിമുടക്ക് കാരണം ഫ്ലൈറ്റ് പോകാത്ത അവസ്ഥയായി. അങ്ങനെ യാത്ര റദ്ദാക്കേണ്ടി വന്നു. പിന്നീട് അവർക്ക് പോകാനായില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അത്തരത്തിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമൊന്നുമല്ല അത്തരത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് ഈ ആശുപത്രിയിൽ നിന്ന് ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം തിരിച്ച് റൂമിലേക്ക് എത്തുന്ന നമ്പി രാജേഷ് ഇന്നലെ രാവിലെയാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പ്രധാനമായും പറയുന്ന കാര്യം ഈ എയർ ഇന്ത്യ അധികൃതരോട് ആവശ്യത്തിലധികം ഈ കാലുപിടിച്ച് പറഞ്ഞിട്ട് പോലും കരുണ കാണിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞേനെ നമ്പി രാജേഷ്. എന്തായാലും നമ്മളോടൊപ്പം ഈ നമ്പി രാജേഷിന്റെ ഭാര്യയുടെ അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിപ്പം ഇനി എന്താണ് എയർ ഇന്ത്യയോട് പറഞ്ഞിരുന്നില്ല, എന്നാൽ നിങ്ങൾ എന്താണ് അടുത്ത നടപടി? ഞങ്ങൾക്ക് എന്റെ കുഞ്ഞിന്റെ ജീവിതം പോയി. ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ
അവനിപ്പം ജീവിച്ചിരുന്നേനെ. ആകെ വീട്ടിന് റൂമിനകത്ത് ഈ 2 ദിവസം കൊണ്ട് റൂമിനകത്ത് ഒറ്റയ്ക്കാണ് കിടന്നത്. ആരുമില്ല, ഒറ്റയ്ക്ക് ആരുമില്ല. ഫുഡ് മാത്രം സമയത്തിന് ആരെങ്കിലും കൊണ്ടെത്തിക്കും, അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ മോളൊന്ന് പോയിരുന്നെങ്കിൽ അവനിപ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ല. മാനസികമായിട്ട് അവൻ തളർന്നു പോയി. ഒരു നോക്ക് കാണാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പോയിട്ട് പോലും ഈ എയറിൻ്റെ കാര്യം, ഈ സമരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവരൊരു കരുണ കാണിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഫ്ലൈറ്റ്, ഞങ്ങൾ കാലി വീണത് പോലെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കയറ്റി എൻ്റെ കുഞ്ഞിനൊന്ന് പറഞ്ഞു വിട്. തൊട്ട് 3 ദിവസം വരെ ഒരു ഫ്ലൈറ്റില്ല, എല്ലാം ബുക്കിംഗായി. ഒന്നിനും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ആകെ പറയാനുള്ള എയറിൻ്റെ കാര്യം തന്നെ പറയണം. എൻ്റെ കുഞ്ഞിനെ ഈ ഗതി ആക്കി, എൻ്റെ കൊച്ചുങ്ങൾക്ക് തന്തയില്ലാണ്ടാക്കി. അവൻ്റെ ഒരൊറ്റ വരുമാനം കൊണ്ട് കുഞ്ഞ് ഈ കുടുംബം കഴിയുന്ന ഈ പിള്ള പഠിക്കുന്ന അവൻ്റെ ഒരു ഒറ്റ വരുമാനം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇനി ആരുണ്ട്? ആ കൊച്ചുങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിനി എന്ത് സമാധാനം പറയും? ഒന്നും അറിയാത്ത 5 വയസ്സ് 3 വയസ്സായ കൊച്ചുങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തോന്ന് പറയാൻ? നമുക്ക് നീതി കിട്ടിയേ പറ്റൂ. അവർ നമുക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ അവരുടെ പേര് ഞങ്ങൾ കേസ് കൊടുക്കും. 2 പ്രാവശ്യം നമ്മൾ പറ്റിച്ചതല്ലേ. അവർ വിചാരിച്ച മോളെങ്കിലും കയറ്റി വിടാമായിരുന്നു, അവരത് ചെയ്തില്ല. നമ്മുടെ അവസ്ഥയൊക്കെ ഞങ്ങൾ പറയുന്നത് അത്രയും സീരിയസ് ആണ്. ICUലാണ് ഞങ്ങൾ അവിടെ കിടന്ന് അത്രയും അവരെ പ്രഷർ കൊടുത്ത് ബഹളം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിൽക്കുക തന്നെ. 11:30 മണി വരെ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. രാവിലെ 5 മണിക്ക് പോയിട്ട് 11:30 വരെ ഞങ്ങൾ ആ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് ഏതെങ്കിലും ഫ്ലൈറ്റ് നോക്കണ്ടേ, ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങളൊന്ന് കയറ്റി വിടും. ഞങ്ങൾക്ക് ലഗേജ് വേണ്ട, ഞങ്ങൾ ആളായിട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവരൊരു നോക്കി കാണാൻ വേണ്ടി പോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനിപ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. വേണു, അത്തരത്തിൽ അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തിന് ഉള്ളത് എന്നുള്ളതാണ്. ആ നഷ്ടം നികത്താനാകാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഭാര്യ BSc നഴ്സിംഗിന് പഠിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള വരുമാനവും ഈ നമ്പി രാജേഷാണ് ഈ കുടുംബം നോക്കിയിരുന്നത് വേണം പറയാൻ. ഈ മധുരയിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചാണ്, വിവാഹം കഴിച്ച് താമസിച്ചതാണ്. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. അവരുടെ പഠിപ്പ്, ഈ ഭാര്യയുടെ പഠിപ്പ്, അത്തരം കാര്യങ്ങളൊക്കെയും ഈ നമ്പി രാജേഷാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവരുടെ വരുമാനമായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു, അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഭാര്യയെ ഈ ബന്ധുക്കൾ അടക്കം ഈ ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം എന്ന് വേണം പറയാൻ. ഏതായാലും ഈ നിയമ നടപടിക്ക്, ഈ എയർ ഇന്ത്യ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. വേണം. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.